السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. أصحاب الجنة يومئذ خير مستقرا وأحسن مقيلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 23, 24 ഈ രണ്ട് സൂക്തങ്ങളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള നിയമാവലികളോട് പുറംതിരിഞ്ഞു നിന്ന് റബ്ബിന്റെ കൽപ്പനകളെ നിരാകരിക്കുകയും ആ റബ്ബ് പറഞ്ഞയച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തള്ളിക്കളയുകയുമൊക്കെ ചെയ്ത് സത്യനിഷേധത്തിന്റെ പാതയിൽ ഉറച്ചു നിന്ന് മരിച്ചുപോയ ആളുകൾ പരലോക കോടതിയിൽ അവർക്ക് യാതൊരു രൂപത്തിലുള്ള നന്മയും നേടിയെടുക്കാനാവില്ല എന്ന വളരെ ഗൗരവതരമായ സത്യം അവർ ഈ ലോകത്ത് വെച്ച് എത്ര തന്നെ ആളുകൾക്കിടയിൽ നല്ല പ്രവർത്തനങ്ങളാണെന്ന് അറിയപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ പോലും പരലോക കോടതിയിൽ അവർക്ക് അതൊന്നും ഉപകരിക്കുകയില്ല എന്നും അവരുടെ സർവ കർമ്മങ്ങളും നിഷ്ഫലമായി പോകുമെന്നും ശക്തമായ നിലക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വചനമാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു പറയുന്നു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. വഖദിംനാ നാം ചെല്ലുന്നതാണ്. ഖദിമ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വന്നു അല്ലെങ്കിൽ ചെന്നു എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. വഖദിംനാ അല്ലാഹു പറയാണ് നാം ചെല്ലുന്നതാണ്. എങ്ങോട്ട് ചെല്ലും? ഇലാ മാ അമിലു അവർ പ്രവർത്തിച്ചിട്ടുള്ളതിലേക്ക്. അമില പ്രവർത്തിച്ചു, യഅമലു മുളാരിഅാണ്. അമില യഅമലു. വഖദിംനാ ഖദിമ ഖദിംതു ഞാൻ ചെന്നു, ഖദിംനാ നാം ചെന്നു. ഇവിടെ അല്ലാഹു പറയാണ് വഖദിംനാ നാം ചെല്ലുന്നതാണ്, മുന്നിടുന്നതാണ്. എങ്ങോട്ട്? ഇലാ മാ അമിലു അവർ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക്. മിൻ അമലിൻ വല്ല കർമ്മവും. അവര് വല്ല പ്രവർത്തനവും വല്ല കർമ്മവും നല്ല കാര്യമാണ്, പുണ്യകർമ്മമാണ് എന്നൊക്കെയുള്ള നിലക്ക് അവര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നാം ചെല്ലും. എന്നിട്ടോ ഫജഅൽനാഹു എന്നിട്ട് നാം അതിനെ ആക്കുന്നതാണ്. ഫജഅൽനാഹു ജഅല ആക്കി. നമ്മൾ ധാരാളം കേൾക്കുന്ന പദമാണ് ഫ എന്നുള്ളത്. എന്നിട്ട് ജഅൽനാഹു നാം അതിനെ ആക്കുന്നതാണ്. എന്താണ് ആക്കുക? അവരുടെ അമലുകളെ ഹബാഅൻ മൻസൂറാ. ഹബാ എന്ന് പറഞ്ഞാൽ ധൂളിയാക്കുന്നതാണ്. ഹബാഅൻ ധൂളിയാക്കും.
ധൂളി എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ? മൻസൂറൻ, വിതറപ്പെട്ട. ഹബാഇന് പൊടിപടലം, ധൂളി അതാണല്ലോ പൊടിപടലം. അത് കാണാനും തൊടാനൊന്നും പറ്റൂല, അതിങ്ങോട്ട് വേർതിരിച്ച് എടുക്കാനൊന്നും നമുക്ക് പറ്റൂല. അങ്ങനെയുള്ളതാണ് ഹബാഅൻ മൻസൂറ, വിതറപ്പെട്ട, ചിതറിയ പൊടിപടലം ആക്കി തീർക്കും നാം അതിനെ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞതിന്റെ ആകത്തുക എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള യഥാർത്ഥ വിശ്വാസവും ആ വിശ്വാസത്തെ കൃത്യമായി ഉൾക്കൊള്ളുന്ന ഒരു മനസ്സും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ അല്ലാതെ അല്ലാഹു ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല. ഇസ്ലാമിന്റെ ബാലപാഠമായിട്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒരു സൽക്കർമ്മമായി പരിഗണിക്കപ്പെട്ട് അതിന്റെ പ്രതിഫലം നമുക്ക് പരലോകത്ത് ലഭ്യമാകണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന, വിശ്വാസത്തോടുകൂടെ ആയിരിക്കണം ഒരാൾ ഒരു കർമ്മം പ്രവർത്തിക്കേണ്ടത്. അത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. മുഅ്മിനായിരിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞാൽ നാട്ടുനടപ്പുള്ള വിശ്വാസമോ ഭൂരിപക്ഷം ജനങ്ങൾ പറയുന്ന വിശ്വാസമോ അതൊന്നുമല്ല മാനദണ്ഡം. മറിച്ച് അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള യഥാർത്ഥ ഈമാൻ, യഥാർത്ഥ തൗഹീദ്, യഥാർത്ഥത്തിലുള്ള ആ അഖീദ മനസ്സിൽ അടിയുറപ്പിച്ച് വിശ്വസിച്ചിട്ടുള്ളവനായിരിക്കണം. അപ്പൊ ഈമാൻ ബേസായ, ഈമാൻ അടിത്തറയായിട്ടുള്ളവന്റെ പ്രവർത്തനങ്ങളെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇതൊരു ബാലപാഠമാണ്, എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സത്യനിഷേധമുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിലയുമില്ല. അപ്പൊ ഈമാൻ ഉണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു നല്ല കാര്യം ഒരാൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, ഏത് നിലക്ക്? വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിരിക്കെ. അപ്പൊ മുഅ്മിനാവണം. ഈമാനുള്ളവന്റെ പ്രവർത്തനം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഈമാനിന് വിരുദ്ധമായ ശിർക്കും കുഫറുമൊക്കെ ഉള്ളവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം അവർ ചെയ്തിട്ടും പ്രയോജനമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ അതിനൊന്നും ഒരു വിലയും ഉണ്ടാവുകയില്ല. ഇവിടെ അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സൽക്കർമ്മമായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന, ചെയ്യുന്നവൻ മുഅ്മിനായിരിക്കണം, അഥവാ യഥാർത്ഥ വിശ്വാസിയായിരിക്കണം. യഥാർത്ഥ വിശ്വാസി അല്ലാത്തവരിൽ നിന്നുണ്ടാകുന്ന ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കുകയില്ല. രണ്ടാമതായി ചിന്തിക്കേണ്ടത്, ആ ചെയ്യുന്ന കർമ്മം വിശ്വാസിയായാലും പോരാ, മുഅ്മിനൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു പ്രവൃത്തിയവൻ പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടല്ല, മറ്റുള്ളവരുടെ പൊരുത്തമാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിലോ ഇഖ്ലാസില്ല എന്നാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ നിബന്ധന മുഖ്ലിസായിരിക്കണം, ഇഖ്ലാസ് വേണം. അപ്പോ മുഅ്മിനാവണം, ഈമാൻ വേണം, അതുപോലെ തന്നെ ഇഖ്ലാസും വേണം. ചെയ്യുന്ന പ്രവൃത്തി അല്ലാഹുവിന് അവന്റെ തൃപ്തിയും അവന്റെ പ്രതിഫലവും മാത്രം മോഹിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. റബ്ബിന്റെ പ്രതിഫലമായിരിക്കണം മോഹിക്കേണ്ടത്, മറ്റു യാതൊരു താല്പര്യങ്ങളുമായിരിക്കരുത് പ്രവൃത്തിക്ക് പ്രേരകമാവേണ്ടത്. നോക്കൂ, നിങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങളെ കുറിച്ച് പറയുന്നിടത്തും പല വിഷയങ്ങൾ ഖുർആൻ പറയുന്നിടത്തുമൊക്കെ വളരെ കൃത്യമായി അല്ലാഹു തആല പറയുന്ന ഒരു പ്രയോഗമുണ്ട്. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബാ. ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ, ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ ഈമാനുള്ളവനായ നിലയിൽ, വഹ്തിസാബൻ പ്രതിഫലത്തെ മോഹിച്ചുകൊണ്ടും. കണ്ടോ, രണ്ടും അവിടെ വന്നു. ഈമാനും വേണം, ആ ഈമാനുള്ളതോടൊപ്പം ഇതെന്തിനു വേണ്ടിയാ ഞാൻ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും എനിക്ക് ലഭിക്കാനാണ്, വേറെ എനിക്കതിൽ മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല. അപ്പോഴേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഇനി ഇതൊക്കെ ഉണ്ടായാലും മൂന്നാമത്തെ മറ്റൊരു കാര്യം എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്ലാമികമായ ശരീഅത്തിൽ പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
ചെയ്യുന്ന കാര്യം ഇസ്ലാമിൽ പ്രമാണങ്ങളുടെ പിൻബലമുള്ള കാര്യമായിരിക്കണം. നമ്മുടെ വകയായിട്ടുണ്ടാക്കിയ കാര്യമായിട്ട് കാര്യമല്ല. ഒരാള് മുഅ്മിനാണ്, നല്ല വിശ്വാസമൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നല്ല ഇഖ്ലാസൊക്കെ ഉണ്ട്, പരലോകത്ത് പ്രതിഫലം ലഭിക്കണം എന്നൊക്കെ തന്നെയാണ് അയാൾ മോഹിക്കുന്നത്. പക്ഷേ ചെയ്ത പ്രവൃത്തി അല്ലാഹു തആല പരലോകത്ത് പുണ്യകർമ്മമായി നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. അയാൾക്ക് നല്ലതാണെന്ന് തോന്നിയ ഒരു കാര്യം അയാൾ ചെയ്യാണ്. അത് പ്രമാണത്തിലൊന്നുമില്ല. അല്ലെങ്കിൽ നാട്ടുകാരിൽ ഭൂരിപക്ഷത്തിനും അത് നല്ലതാണെന്നാണ് അവരഭിപ്രായപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഞാനും അത് ചെയ്യാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുകയില്ല. മറിച്ച് പരലോക പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ പരലോകത്തെ മോഹിക്കുന്ന ആ ഒരു നിയ്യത്തും ഇഖ്ലാസും ഈമാനും ഒക്കെ ഉള്ളതോടൊപ്പം പരലോകത്ത് സൽക്കർമ്മങ്ങളായി അള്ളാഹു പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അഥവാ പരലോകത്തേക്ക് വേണ്ടിയുള്ള അധ്വാനം എന്തൊക്കെയാണെന്ന് അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രം ചെയ്താലേ പരലോകത്ത് പ്രതിഫലം അള്ളാഹു നൽകുകയുള്ളൂ. അതല്ല ഞാൻ നല്ലതല്ലേ എന്ന് വിചാരിച്ച് നാട്ടുകാരൊക്കെ കൂടി ഒരു പുതിയ ആചാരം ഉണ്ടാക്കി, ഒരു നിസ്കാരം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പ്രത്യേക നോമ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്വലാത്ത് ഉണ്ടാക്കി, എന്നിട്ട് അത് ചൊല്ലിയാൽ ഇന്ന പുണ്യുണ്ട്, ഇത്ര പ്രതിഫലമുണ്ട് എന്നൊക്കെ നിശ്ചയിച്ചു. ഇത് അള്ളാഹ് നിശ്ചയിച്ചതാണോ? അല്ല. അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ചതാണോ? അല്ല. പിന്നെ എവിടുന്നാ കിട്ടിയത്? കുറെ ആളുകൾ പറഞ്ഞു അത് നല്ലതാണ്. അങ്ങനെ നല്ലതാണ് എന്ന് തോന്നുന്നതൊക്കെ ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിന്റെ പേരാണ് ബിദ്അത്ത് എന്ന് പറയാ. മതപരമായ ഒരു കാര്യം പുണ്യമുദ്ദേശിച്ച് ചെയ്യണമെങ്കിൽ അതിന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം വേണം. അങ്ങനെ ചെയ്താലേ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കർമ്മം സ്വീകരിക്കുകയുള്ളൂ. അത് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആര് പരലോകത്തെ ഉദ്ദേശിക്കുന്നുവോ, പരലോകത്തെ ഉദ്ദേശിച്ചാലും പോരാ, വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിക്കുന്നുവോ, ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, എന്നാലോ അതുകൊണ്ട് മാത്രമായോ, അവൻ അതിനു വേണ്ടി അധ്വാനിച്ചു, അതിന്റെ അധ്വാനം. പരലോകത്ത് പ്രതിഫലം കിട്ടാൻ വേണ്ടി അധ്വാനിക്കുമ്പോ പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്ന് പ്രമാണങ്ങളിലുള്ളതേ ചെയ്യാവൂ. ആ പ്രമാണങ്ങളിലില്ലാതെ ഓരോരുത്തർ ദീനിലെ നല്ലതല്ലേ, പുണ്യകർമ്മമാണ്, ഇതൊക്കെ നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് കടത്തിക്കൂട്ടി വന്നാൽ അത് തള്ളണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ അതിലില്ലാത്തത് ഒരാൾ പുതിയതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടണം. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു കർമ്മം പ്രവർത്തിച്ചാൽ, എങ്ങനെയുള്ള കർമ്മം, ലൈസ അലൈഹി അംറുനാ, അക്കാര്യം ചെയ്യാൻ നമ്മുടെ ഓർഡർ ഇല്ല, അള്ളാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, അങ്ങനെയുള്ള ഒരു കാര്യം ഒരാൾ ചെയ്താലോ ഫഹുവ റദ്ദുൻ, അവനെയും തള്ളണം, അവൻ കൊണ്ടുവന്ന ആദർശത്തെയും തള്ളണം. അപ്പൊ റബ്ബിന്റെ അടുക്കൽ ഒരു കാര്യം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈമാൻ അടിത്തറയായിട്ട് വേണം, കുഫറും ശിർക്കും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നല്ല ഇഖ്ലാസ് വേണം, അത് റബ്ബിന്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ടാവണം. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തി ഇസ്ലാമിൽ അഡ്രസ്സുള്ള, ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ മേലൊപ്പുള്ള ആ രൂപത്തിലുള്ള പ്രവൃത്തികൾ ആയിരിക്കണം. ഇതൊക്കെ ഒത്തിണങ്ങിയാലാണ് റബ്ബ് ഒരു അമല് സ്വീകരിക്കുന്നത്. എന്നാൽ റഹ്മാനായ റബ്ബ് ഇവിടെ പറയുന്നത് എന്താണ്? വഖദിംനാ, നാം മുന്നിട്ട് ചെല്ലുന്നതാണ്, നാം ചെല്ലുന്നതാണ്, ഇലാ മാ അമിലൂ, ആ വിശ്വാസികൾ പ്രവർത്തിച്ചിട്ടുള്ള മിൻ അമലിൻ, വല്ല കർമ്മങ്ങളും അവര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ കർമ്മങ്ങളും പരലോകത്തവർക്ക് വല്ലതും ഉപകരിക്കുമോ ഇല്ലെന്ന് അല്ലാഹു കൃത്യമായി പറയാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ പഠിച്ചു വെക്കണം. അവരെന്ത് തന്നെ പ്രവൃത്തി ദുന്യാവിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര മുന്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോ, കോടികൾ ആളുകളെ സഹായിച്ചതോ,
അതുപോലെ തന്നെ വീടുണ്ടാക്കി കൊടുത്തതോ മറ്റേതെങ്കിലും രൂപത്തിൽ ആയിരങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള ഏതെങ്കിലും രൂപത്തിൽ സഹായ സഹകരണങ്ങൾ ചെയ്തതോ എന്ത് തന്നെ പ്രവൃത്തി അവർ ചെയ്തിട്ടും കാര്യമില്ല. കാരണം അവരുടെ ഈമാൻ ശരിയല്ല. അവര് അല്ലാഹു പഠിപ്പിച്ച യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ടവരല്ല. അവര് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഈമാനിനെ പിൻപറ്റിയവരല്ല. അതവർ അംഗീകരിച്ചവരല്ല. അതുകൊണ്ട് കുഫറുള്ള ആളുകൾ, ആ നിലക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളെ തള്ളിക്കളഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള സത്യനിഷേധികൾ, അവര് പരലോകത്തെത്തുമ്പോ അവർ എത്ര മുന്തിയ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടവിടെ ചെന്നാലും ഫജഅൽനാഹു, നാം അതിനെ ആക്കുന്നതാണ് ഹബാഅം മൻസൂറാ, വിതറപ്പെട്ട ധൂളികളാക്കുന്നതാണ്, വിതറപ്പെട്ട പൊടിപടലമാക്കുന്നതാണ്. ഒരു ഉപകാരവും അവർക്ക് ആ കർമ്മം കൊണ്ടവിടെ ഉണ്ടാവില്ല. ഹബാഅം മൻസൂറ എന്ന് പറഞ്ഞ വിതറപ്പെട്ട പൊടിപടലങ്ങൾ. നമ്മൾ കണ്ടിട്ടില്ലേ, ഓട്ടവെയിലൂടെ ഒരു പഴുതിലൂടെ സൂര്യപ്രകാശം ഇങ്ങനെ വരികയാണെങ്കിൽ അതിലൊരു വസ്തു ഇങ്ങനെ മിന്നിക്കളിക്കുന്നത് കാണാം. വല്ലതും ഉണ്ടോ അത് കാണാൻ? അങ്ങനെ അങ്ങ് പറത്തുകയാണ്. അവരുടെ അമലൊന്നും അവർക്ക് ഉപകരിക്കൂല. അപ്പൊ വളരെ ഗൗരവത്തോടെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്. നമ്മളൊക്കെ ഇതിപ്പോ സത്യനിഷേധികൾ പരലോകമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു കാര്യമില്ല, പരലോകം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ, പരലോകത്ത് ഞങ്ങളും രക്ഷപ്പെടും, ഞങ്ങൾക്കും അവിടെ പലരുണ്ടാകും എന്നൊക്കെ പറയുന്ന ആളുകൾ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമികമായ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാതെ ഞങ്ങളൊക്കെ പരലോകത്ത് രക്ഷപ്പെടും, അതൊന്നും ഉൾക്കൊള്ളാത്തവരും പറയാണ് ഞങ്ങളും രക്ഷപ്പെടും, കാരണം ഞങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും സഹായങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പരലോകത്ത് ഞങ്ങൾക്കും സ്വർഗം കിട്ടും. പരലോക കോടതിയിൽ ആർക്കാണ് സ്വർഗം ആർക്കാണ് നരകമെന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം ആ ലോകത്തിന്റെ ഉടമയായ മാലിക് യൗമിദ്ദീനായ അല്ലാഹു റബ്ബുൽ ആലമീനിന് മാത്രമാണ്. അവിടെ അവനാണ് ഒരമല് സ്വീകരിക്കണോ തിരസ്കരിക്കണോ, കൊള്ളണോ തള്ളണോ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം അവിടെ അല്ലാഹുവിനാണ്. അവിടെ മറ്റാർക്കും ആ അധികാരമില്ല. അതുകൊണ്ട് തന്നെ അവൻ പഠിപ്പിച്ച കാര്യങ്ങൾ, അവൻ തൃപ്തിപ്പെടുന്ന വിശ്വാസം, അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള വിശ്വാസം, അതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അവന്റെ മാത്രം പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ മാത്രമേ പരലോക കോടതിയിൽ വിലയും വാല്യവും മൂല്യവും ഉണ്ടായിരിക്കുകയുള്ളൂ. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാത്തതിനൊന്നും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുന്യാവിൽ തന്നെ ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ വളരെ പാടുപെട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ ചെയ്യണം. ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് അയാൾ പ്രതീക്ഷിച്ച റിസൾട്ടിന്റെ നേർ വിപരീതം ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും ആ മനുഷ്യന്റെ മാനസികാവസ്ഥ? ഈ ഭൂമിയിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഭൂമിയിൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നമ്മളൊരു കാര്യം ചെയ്യണം. അങ്ങനെ വളരെ മെനക്കെട്ട് അധ്വാനിച്ച് പ്രവർത്തിച്ച് ഒരു വിദ്യാർത്ഥി വളരെ പ്രതീക്ഷയോടുകൂടി പഠിച്ച് പരീക്ഷ എഴുതി റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കണം. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ അവൻ തോറ്റിരിക്കുന്നു. എത്ര വിഷമമുണ്ടാകും, എത്ര സങ്കടം ഉണ്ടാകും. എന്നാൽ ആ സങ്കടത്തിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം എന്താണ്? അതിന്റെ തോറ്റവർക്ക് വീണ്ടും എഴുതിയെടുക്കാനുള്ള സംവിധാനങ്ങളും പരീക്ഷയെ കവർ ചെയ്യാൻ സപ്ലിമെന്ററികളും മറ്റു കാര്യങ്ങളൊക്കെ പരീക്ഷ എഴുതാനൊക്കെ ഇവിടെ സംവിധാനങ്ങളുണ്ട് വീണ്ടും വിജയിക്കാനൊക്കെ. അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി ഒരു കച്ചവടമൊക്കെ തുടങ്ങി, അതുപോലെ തന്നെ വൻ ലാഭം പ്രതീക്ഷിച്ച ഒരാൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അവസാനം അത് ഫ്ലോപ്പായി, പൊട്ടിപ്പോയി. എത്ര സങ്കടവും നിരാശയുണ്ടാവും അയാൾക്ക്. ധനമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് കാണുമ്പോൾ, ഒന്നും അയാളുടെ അക്കൗണ്ടിലില്ല എന്ന് വന്ന് നോക്കുമ്പോൾ അയാൾക്ക് എത്ര സങ്കടം ഉണ്ടാകും. പക്ഷെ അവിടെയും ഈ ലോകത്ത് അതിനൊക്കെ പഴുതുണ്ട്. ഒരുപക്ഷെ അയാൾക്ക് നഷ്ടപ്പെട്ട സംഖ്യകളൊക്കെ ആ മനുഷ്യന് വീണ്ടും ഒന്നുകൂടി ശ്രമിച്ചാൽ തിരിച്ചെടുക്കാവുന്നതേയുള്ളൂ. എന്നാൽ സഹോദരങ്ങളെ, ഈ ലോകത്ത് തന്നെയും നിങ്ങൾ നോക്കൂ, നമ്മൾ ആറ്റുനോറ്റ് വളർത്തി സംരക്ഷിച്ചുണ്ടാക്കുന്ന നമ്മുടെ മക്കള്, പ്രതീക്ഷയോടുകൂടി നമ്മൾ വളർത്തിയുണ്ടാക്കുന്ന മക്കൾ നമുക്ക് താങ്ങും തണലുമാകേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അവർ നമ്മളെ കൈയൊഴിഞ്ഞ് അവർ നമുക്കെതിരെ നീങ്ങിയാലുണ്ടാകുന്ന സങ്കടം എത്രയാണ്. അതും ഈ ലോകത്തും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സങ്കടമാണ്.
എന്നാൽ പരലോക കോടതിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിലോ വലിയ പ്രതീക്ഷയോടെ നമ്മൾ മരണാനന്തരം റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുകയാണ്. ഒരുപാട് അമല് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അതിന്റെ പ്രതിഫലവും റിസൾട്ടും കാത്തിരിക്കുകയാണ്. റഹ്മാനായ റബ്ബിന്റെ സ്വർഗം കിട്ടുമെന്ന് മോഹിച്ചു നിൽക്കുകയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും അവൻ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഘട്ടത്തിൽ നമ്മുടെ അമലുകളൊക്കെ വിചാരണക്കെടുക്കുമ്പോ നമ്മുടെ നിസ്കാരം പള്ളി പോയിരിക്കുന്നു, നോമ്പ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല, ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിട്ടില്ല, ഒരു കർമ്മവും അവിടെ സ്വീകരിക്കപ്പെടാതെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന റിസൾട്ട് എങ്ങാനും പരലോക കോടതിയിൽ വെച്ച് നമ്മൾ അറിയേണ്ടി വന്നാൽ എത്രത്തോളം വലിയ പരാജയമായിരിക്കും അത്. അതിനേക്കാൾ വലിയൊരു പരാജയം ഇനിയുണ്ടോ? കാരണം തിരിച്ചുവരവിനൊരു ചാൻസ് ഇല്ലാത്ത ലോകമാണ് പരലോകം. ഈ ലോകത്ത് വരുന്ന നഷ്ടങ്ങളൊക്കെ നികത്താൻ നമുക്ക് വീണ്ടും ചാൻസുകൾ ഒരുപക്ഷെ കിട്ടിയേക്കും. അതേ അവസരത്തിൽ പരലോക കോടതിയിൽ നഷ്ടം കണ്ടാൽ ആ നഷ്ടം നികത്തിയിട്ട് ഞാൻ തിരിച്ചു വരാം അല്ലാ, ഒന്നെന്നെ ദുന്യാവിലേക്ക് മടക്കി അയക്കാമോ? മനുഷ്യൻ കൊതിക്കുമെന്നല്ലാതെ ആ കൊതി ഒരിക്കലും നിറവേറുന്ന പ്രശ്നമേ ഇല്ല. മരണത്തെ മുഖാമുഖം കാണുന്ന വേളയിൽ മനുഷ്യൻ കൊതിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഒരു മടക്കത്തിന് മോഹിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒന്ന് മടക്കിത്തരാമോ? ഒരല്പസമയത്തേക്കൊന്ന് എന്നെ പിന്തിച്ചു തരാമോ? ഞാൻ സൽക്കർമ്മങ്ങളൊന്നുകൂടി ചെയ്ത് മടങ്ങി വരാമെന്ന് പറയുന്നുണ്ടല്ലോ. സാധിക്കുമോ പ്രിയമുള്ളവരെ? ഇല്ല. ഇനി മരണാനന്തരം പരലോകത്ത് കഠിനകഠോരമായ നരകം കാണുന്ന വേളയിലും അവിടെയും പറയുമല്ലോ, കുറ്റവാളി പറയുമല്ലോ, വലൗ തറായിദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. അവിടെ കുറ്റവാളികൾ നരകം ഇങ്ങനെ മുഖാമുഖം കാണുമ്പോ അവരവിടെ വെച്ച് അള്ളാഹിനോട് പറഞ്ഞു നോക്കും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിപ്പോ കണ്ടോ, ഞങ്ങൾക്കൊക്കെ കേട്ടു, ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. ഇതൊക്കെ ഞങ്ങളോട് ദുന്യാവിൽ നിന്നും ആളുകൾ പറഞ്ഞപ്പോ ഞങ്ങളതൊക്കെ പരിഹസിച്ചവരാണ്. അതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന നിലക്ക് അലസതയോടെ ഞങ്ങൾ തള്ളിയവരാണ്, അവഗണിച്ചവരാണ്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് കാര്യമൊക്കെ കൃത്യമായി ബോധ്യമാണ്. അതുകൊണ്ട് അല്ലാഹുവേ ഫർജിഅനാ, ഞങ്ങളെ ദുന്യാവിലേക്കൊന്ന് മടക്കി തരാമോ? നഅമൽ സാലിഹാ, ഞങ്ങള് ഫർജിഅനാ നഅമൽ സാലിഹൻ, സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു വരാം. ഇന്നാ മൂഖിനൂൻ, ഇപ്പൊ ഞങ്ങൾക്ക് വളരെ ദൃഢമായി വിശ്വാസം വന്നിരിക്കുന്നു. നരകം കാണുമ്പോ പറയും, നരകത്തിലേക്ക് എറിയപ്പെട്ടാലും പറയും, പക്ഷേ ഫഹല്ലിലാ ഖുറൂജിൻ മിൻ സബീൽ, ഒന്ന് പുറത്തു കടക്കാൻ വല്ല മാർഗവുമുണ്ടോ? ഒന്ന് ദുന്യാവിലേക്ക് ഫഹൽ ഇലാ മറദ്ദിൻ മിൻ സബീൽ, ഒരു തിരിച്ചുപോക്കിന് വല്ല വഴിയുമുണ്ടോ എന്നൊക്കെ മനുഷ്യൻ അവിടെ വെച്ച് വിലപിക്കുന്ന ലോകമാണെന്ന് റഹ്മാനായ റബ്ബ്, കാരുണ്യത്തിന്റെ റബ്ബ്, ഈ ഭൂമിയിൽ വെച്ച് തന്നെ എന്നോടും നിങ്ങളോടും ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണ്? അവിടെ വെച്ച് വിരൽ കടിച്ചിട്ട് കാര്യമില്ല, അവിടെ വെച്ച് വിലപിച്ചിട്ട് കാര്യമില്ല, അവിടെ വെച്ച് നിലവിളിച്ചിട്ടും അട്ടഹസിച്ചിട്ടും ആ അട്ടഹാസവും നിലവിളിയും ഒന്ന് കേട്ടുകൊണ്ട് അല്പമെങ്കിലും ഒരു സഹായം ചെയ്തു തരാൻ ആ ലോകത്ത് ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് മരിക്കുന്നതിന്റെ മുമ്പേ പരലോക കോടതിയിൽ സ്വീകരിക്കാവുന്ന നിലക്കുള്ള അമലുകൾ ചെയ്തു പൊയ്ക്കോ. ഇതാണ് അല്ലാഹു എന്നോട് നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. കണ്ടില്ലേ, ഇവിടെ ഈമാൻ ശരിയാകാത്തവൻ, അവന്റെ പരലോകത്തവന്റെ അമലിനൊരു വിലയുമില്ല. സൽക്കർമ്മങ്ങളാകണമെങ്കിൽ അതിന്റെ അടിത്തറ ഈമാനാണ്. അതല്ലേ വിശുദ്ധ ഖുർആനിന്റെ അടിക്കടി സൽക്കർമ്മങ്ങൾ പറയുന്നിടത്തൊക്കെ അല്ലാഹ് ഈമാൻ മുൻപിൽ പറയും. ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ് വഅമിലു സ്വാലിഹാത്തി പറയാറുള്ളത്. അപ്പൊ ഈമാനാണ് മുമ്പിൽ പറയുക, ശേഷമാണ് സൽക്കർമ്മം പറയുക. അതിന്റെ അർത്ഥം എന്താണ്? അടിത്തറ ഈമാനാണ്. അതിന്മേൽ കെട്ടിപ്പടുത്ത സൽക്കർമ്മങ്ങൾക്കേ വിലയുള്ളൂ. ആ ഈമാനിന്റെ ബാത്തിലാക്കി കളയുന്നതാണ് ശിർക്ക് എന്ന് പറയുന്നത്.
അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ, അല്ലാഹുവല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്നവൻ, അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി ബലിമൃഗത്തെ ബലിയർപ്പിക്കുന്നവൻ, അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ ആരാധനയുടെ വിവിധങ്ങളായ കാര്യങ്ങൾ സമർപ്പിക്കുന്നവർ, അവരൊക്കെ അല്ലാഹു തആല ഒരിക്കലും പൊറുക്കൂല എന്ന് പറഞ്ഞ ഈ ഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെങ്ങാനും തൗബ ചെയ്യാതെയാണ് മരിച്ചു പോയിട്ടുള്ളതെങ്കിൽ, ശിർക്ക് ജീവിതത്തിൽ വന്നു പോയാൽ എത്ര മഹാന്മാരായിട്ടും കാര്യമില്ല, ശിർക്ക് വന്നു പോയാൽ വമ്പിച്ച പരാജയമായിരിക്കും. സർവ്വാമലുകളും പൊളിഞ്ഞു പോകും. മഹാരഥന്മാരായ മുഴുവൻ അമ്പിയാക്കളോടും അല്ലാഹു പറഞ്ഞ യാഥാർത്ഥ്യമാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശറക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഓ നബിയേ, താങ്കൾക്ക് നാം വഹി നൽകപ്പെട്ട് കഴിഞ്ഞു. നബിക്ക് വഹി കൊടുത്തിട്ടുണ്ട്. ഏതുപോലെ? ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല പറഞ്ഞതല്ല, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരോടും പറഞ്ഞ കാര്യമാണ്. ശിർക്കെങ്ങാനും ചെയ്തു പോയാൽ നിന്റെ അമല് മുഴുവനും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. പരലോകത്ത് നഷ്ടകാരികളിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും. ഇത് അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് എത്ര വലിയ, നമ്മൾ പറയണം, ഞാൻ ഒരുപാട് നിസ്കരിച്ചു, ഹജ്ജിന് പോയി, സദഖ കൊടുത്തു, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരു ഫലം ഉണ്ടാവില്ല. എന്താ കാരണം? ശിർക്ക് വന്നുപോയി. ശിർക്ക് വന്നുപോയാൽ അല്ലാഹു പൊറുക്കൂല. മരിക്കുന്നതിന്റെ മുമ്പ് ആത്മാർത്ഥമായി റബ്ബിനോട് തൗബ ചെയ്യാതെയാണ് ശിർക്ക് ചെയ്ത ഒരു മനുഷ്യൻ മരണപ്പെടുന്നതെങ്കിൽ, കുഫറുള്ള ഒരുത്തൻ മരണപ്പെടുന്നതെങ്കിൽ, അവൻ ഒരിക്കലും പരലോകത്ത് രക്ഷപ്പെടൂല. അതുകൊണ്ട് ശിർക്ക് വരാൻ പാടില്ല. അതുപോലെ തന്നെ കുഫറിന്റെ പ്രവർത്തനങ്ങളും വരാൻ പാടില്ല. വളരെ ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കുഫർ വരാനും പാടില്ല. കാരണം അല്ലാഹു തആല പറയുന്നുണ്ട്, വമൻ യക്ഫുറു ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഈമാനിന് പകരമായി കൊണ്ട് അവിശ്വാസത്തെയാണ് സ്വീകരിക്കുന്നതെങ്കിലോ അവന്റെ അമല് മുഴുവനും പൊളിഞ്ഞു പോകും. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. പരലോക കോടതിയിൽ അവൻ നഷ്ടകാരികളിൽപ്പെട്ടവനായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇവിടെ അമല് ചെയ്യുന്നത് എന്തിനാ? പരലോകത്തെത്തുമ്പോൾ നമ്മുടെ അമലുകൾക്കൊക്കെ പ്രതിഫലം കിട്ടണമെന്ന് മോഹിച്ചിട്ടാണ്. അങ്ങനെ ആറ്റുനോറ്റ് മോഹിച്ച് പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ എത്തി നിൽക്കുമ്പോൾ റബ്ബ് നമ്മുടെ അമലുകളൊക്കെ വിചാരണക്കെടുത്തു നോക്കുമ്പോൾ ഓരോന്നും പറയാണ്, മുഴുവൻ റിജക്റ്റഡ്, എല്ലാം തള്ളിക്കളഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മആദല്ലാഹ്. പരലോക കോടതിയിലെത്തിയിട്ട് വളരെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുമ്പോൾ റബ്ബ് നമ്മുടെ അമലുകളൊക്കെ വിചാരണ നടത്തുമ്പോൾ പറയാണ്, എല്ലാം പോയിരിക്കുന്നു, നിന്റെ എല്ലാം ബാത്തിലാണ്. ആ ദുരന്തത്തെക്കാൾ ഏറ്റവും കഠിന ദുരന്തം ഇനി എന്താ വരാനുള്ളത്? അതുകൊണ്ടാണ് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ അമലുകൾ പരലോകത്ത് പൊളിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. വളരെ ജാഗ്രത വേണം. അതിനു വേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ശിർക്കോ കുഫറോ വന്നു പോയാൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകും. അതിനുള്ള ആയത്തുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇനി ശിർക്ക് എന്ന് പറയുമ്പോൾ വലിയ ശിർക്ക്, നേരത്തെ പറഞ്ഞില്ലേ, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തന്നെയും പ്രാർത്ഥിക്കുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ മൗലിദ് കിതാബുകളിൽ കെട്ടുകഥകൾ നിറഞ്ഞു കിടക്കുകയാണ്. ആ നിറഞ്ഞു കിടക്കുന്ന കെട്ടുകഥകളെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത്, അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലാത്തത്, അവിടുത്തെ പേരിൽ മദ്ഹ് പറയുകയാണ് എന്ന പേരും പറഞ്ഞിട്ട് ചൊല്ലിപ്പറയുന്ന ആളുകളില്ലേ, പരലോക കോടതിയിലെത്തിയാൽ നരകത്തിയല്ലേ അവർക്കുള്ളത്. കാരണം അള്ളാന്റെ റസൂല് ഒരു കാര്യം പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് നമ്മളിങ്ങനെ പറയുകയും അത് പ്രചരിപ്പിക്കുകയും അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിപ്പറഞ്ഞാൽ അത് റബ്ബിന്റെ പേരിൽ കളവ് കെട്ടിപ്പറയലാണ്. അതുകൊണ്ട് തന്നെ വമ്പിച്ച പാതകവുമാണ്. ഒരമലിനും അവിടെ വില ഉണ്ടാവില്ല. കുഫറിന്റെ പ്രവർത്തനമാണത്.
ശിർക്കിന്റെ പ്രവർത്തനത്തിലേക്കാണ്. കാരണം ശിർക്കൻ കാര്യങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുമൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ പാടിപ്പറയുന്നത്, മഹാരഥന്മാരുടെ പേരിൽ ഉണ്ടാക്കിയ മൗലിദുകൾ എന്ന പേരിൽ, അപദാനങ്ങൾ എന്ന പേരിൽ പാടിപ്പുകഴ്ത്തുന്നത്. അപ്പൊ ഗൗരവത്തോടെ ചിന്തിക്കണം. എനിക്ക് പരലോകത്ത് കൂലി കിട്ടണം എന്ന ഒരു മോഹം മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. ഞാൻ ചെയ്യുന്ന അമലിന് അള്ളാന്റെ അടുക്കൽ വിലയുണ്ടാകണോ? ഈമാനിനെതിരായതുണ്ടാകരുത്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതിന് വിരുദ്ധം ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാസിന് വിരുദ്ധമായ റിയാ കടന്നു വന്നാലോ, ആളുകളെ കാണിക്കാനാണ് ഒരു അമല് ചെയ്തതെങ്കിലോ, പ്രിയമുള്ളവരെ, പരലോകത്ത് നമുക്കൊന്നും കിട്ടാനുണ്ടാകില്ല. വളരെ ഗൗരവത്തോടെ നമ്മളെല്ലാവരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ അത് ആളുകളുടെ പേര് കേൾക്കാനോ, ആളുകളുടെ ഇഷ്ടം സമ്പാദിക്കാനോ, ആളുകൾ നമ്മെക്കുറിച്ച് നല്ലത് പറയാനോ, ആളുകൾ നമ്മെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കാനോ, ആളുകൾക്കിടയിൽ എനിക്ക് നല്ല പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുവാനോ, അങ്ങനെ ഏതെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ എനിക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ നേടുവാനുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ പരലോക കോടതിയിൽ അതിന് ഒരു വിലയും ഉണ്ടാവില്ല. നരകമായിരിക്കും കിട്ടാനുള്ളത്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു കഥയില്ലേ, നാളെ പരലോക കോടതിയിൽ അല്ലാഹു തആല 3 കൂട്ടരെ ആദ്യ വിചാരണക്കെടുക്കും. അവരെ മുഴുവൻ, ആ 3 കൂട്ടരെയും നരകത്തിയിൽ കത്തിക്കുമെന്നാണ് പറയുന്നത്. ആരാണത്? നല്ല മുന്തിയ പ്രവർത്തനങ്ങൾ, നമ്മുടെ കണ്ണിൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവർ. ഒന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരിച്ചവർ. ഷഹീദിനൊക്കെ പരലോകത്ത് എത്രയാ കൂലി? അതുപോലെ തന്നെ അള്ളാന്റെ മാർഗത്തിൽ വാരിക്കോരി ധർമ്മം ചെയ്തിട്ടുള്ളവര്, ധനാഢ്യൻ, വമ്പിച്ച ധർമ്മിഷ്ഠൻ, എത്രയാ പ്രതിഫലം പരലോകത്ത് കിട്ടേണ്ടത്? അതുപോലെ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഇൽമുകളൊക്കെ ധാരാളമായി നേടിയിട്ടുള്ള ഒരു മഹാപണ്ഡിതൻ, എത്ര വലിയ പ്രതിഫലമാണ് പരലോകത്ത് കിട്ടാനുള്ളത്, കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ഈ 3 കൂട്ടരെയും അള്ളാഹു നരകത്തിയിലേക്ക് വലിച്ചെറിയും, നരകത്തിൽ അവരെ കത്തിക്കുമെന്നാണ് അള്ളാഹു തആല അവന്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഓർക്കണം. ആ സംഭവം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദമായി വിവരിച്ചു തന്നിട്ടുണ്ട്. അത് കേട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പിന്നീട് മറ്റൊരു വ്യക്തിക്ക്, അഥവാ അദ്ദേഹത്തിന്റെ ശേഷമുള്ള ഒരു താബിഈയായ വ്യക്തിക്ക്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് ചൊല്ലി കേൾപ്പിക്കുമ്പോ നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാ ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്. ഈ 3 ആളുകളെ നരകത്തിൽ കത്തിക്കുന്ന അതിന്റെ കാരണം എന്തായിരുന്നു? ആ 3 ആളുകളും പറയും, അതൊക്കെ റബ്ബേ നിനക്ക് വേണ്ടി ചെയ്തതാണെന്ന്. പക്ഷേ അള്ളാഹു അവരോടൊക്കെ പറയും, നിങ്ങളൊക്കെ കളവാണ് പറഞ്ഞത്, നിങ്ങളൊക്കെ ചെയ്തത് നിങ്ങൾക്ക് പേര് കിട്ടാനായിരുന്നു. ആ പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് ദുന്യാവിൽ കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഒന്നും പ്രതിഫലമില്ല. പിടിക്കൂ മലക്കുകളെ, അവരെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയൂ എന്ന ഓർഡറാണ്, റബ്ബിന്റെ ഓർഡർ ഉണ്ടാവുക. ഈ ഹദീസ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് കേട്ടു. അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ അത് കേട്ടിട്ട് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യനായ, അഥവാ ഒരു താബിഈയായ മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, 4 തവണ മഹാനവറുകൾക്ക് ബോധക്ഷയം ഉണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസ് മറ്റൊരു ശേഷമുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, അത് റിപ്പോർട്ട് ചെയ്ത് കേൾപ്പിക്കുമ്പോൾ 4 തവണ ബോധം കെട്ടു എന്നാ പറയുന്നത്. എന്തുകൊണ്ട്? പേടിച്ചിട്ട്. അത്ര ഗുരുതരമായൊരു കാര്യമാണ്. നമ്മളെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ പ്രതീക്ഷയോടെ പരലോകത്തെത്തിയിട്ട് വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്തു എന്ന നിലക്ക് അവിടെ എത്തുമ്പോ നരകം കിട്ടുന്നൊരവസ്ഥ. മാത്രമല്ല, മുആവിയ റളിയല്ലാഹു തആല അൻഹു ഹദീസ് കേട്ടപ്പോ മഹാനവറുകൾ അദ്ദേഹം മരിച്ചു പോകുമോ എന്ന നിലക്ക് അത്രയും വാവിട്ട് പൊട്ടിക്കരഞ്ഞു നിലവിളിച്ചു പോയി. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. മുആവിയ റളിയല്ലാഹു അൻഹു ഹദീസ് കേട്ടിട്ട് പൊട്ടിക്കരയുകയാണ്. അദ്ദേഹം എന്തും പറഞ്ഞിട്ടാ പൊട്ടിക്കരയുന്നത്? ഖദ് ഫുഇല ബിഹൗലായി ഹാദാ,
ഇത്ര വലിയ നല്ല നല്ല മുന്തിയ പ്രവർത്തനങ്ങൾ, മഹാസൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ അവസ്ഥ അവരെ കൊണ്ട് ഇപ്രകാരമാണ് പരലോകത്ത് ചെയ്യപ്പെടുന്നതെങ്കിൽ കൈഫ ബിമൻ ബഖിയ മിനന്നാസ്, ബാക്കിയുള്ള മനുഷ്യരെ കൊണ്ട് ബാക്കിയുള്ള മനുഷ്യരുടെ അവസ്ഥ ഇനി എന്തായിരിക്കും എന്ന് പറഞ്ഞ് സഹാബത്തൊക്കെ അത് കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്നാണ്. ആലോചിച്ച് നോക്കി, നമ്മളെയൊക്കെ അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരല്പം ഇങ്ങനെ ഒരു ഇഖ്ലാസിന്റെ തകരാറ് വന്നാൽ നമ്മൾ പരലോകത്തെത്തുമ്പോൾ അമലൊന്നും ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. റബ്ബ് കാത്തുരക്ഷിക്കട്ടെ, റബ്ബ് നമുക്ക് വലിയ പ്രതിഫലം തരട്ടെ. എന്തെങ്കിലും വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നു പോയെങ്കിൽ കാരുണ്യവാനായ റബ്ബ് പുറത്തു തന്നിട്ട് പൂർണ്ണമായ പ്രതിഫലം നമുക്കൊക്കെ പരലോകത്ത് നൽകിയിട്ട് റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദുന്യാവിലെ ഏതെങ്കിലും കാര്യങ്ങളാണ് മോഹിക്കുന്നതെങ്കിൽ അത് കിട്ടും. അപ്പൊ കാഫിറുകളായ ആളുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ കാണാം, സത്യനിഷേധികൾ പോലും അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ദുന്യാവിൽ കൊടുക്കും അല്ലാഹ് എന്നാ പറയുന്നത്. ദുന്യാവിൽ അവർക്ക് കൂലി കൊടുക്കും, ആഖിറത്തിലൊന്നും ഉണ്ടാവില്ല. കാരണം അവർ ദുന്യാവെ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഇവിടെ പേര് കിട്ടലാണ് ആവശ്യം. അപ്പൊ ഇവിടെ അവർക്ക് ചിലപ്പോ അവരുടെ പല കർമ്മങ്ങൾക്കും ഇവിടെ അല്ലാഹു തആല കൂലി കൊടുക്കും, വീണ്ടും വീണ്ടും അവർക്ക് അധികമൊക്കെ കൊടുക്കും. പക്ഷെ പരലോകത്ത് ഒരു മണി പ്രതിഫലം, ഒരു തരി പ്രതിഫലം ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ വഹും ഫീഹാ ലാ യുബ്ഖസൂൻ ഉലൈക الذين ليس لهم في الآخرة إلا النار أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താ ഇവിടെ പറയുന്നത്? വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. ഏത് അമൽ ഞാനും നിങ്ങളും ചെയ്യുമ്പോഴും നിയ്യത്തിൽ കളങ്കം വരാതെ നോക്കണം. എന്താ റബ്ബ് പറയുന്നത്? മൻ കാന യുരീദുൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ആരെങ്കിലും ഈ ലോക ജീവിതത്തിലെ അലങ്കാരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ ലോകത്ത് സുഖങ്ങൾ കിട്ടണം, ഈ ലോകത്ത് സൗകര്യങ്ങൾ വേണം, ഈ ലോകത്ത് ആഡംബര ജീവിതം വേണം, ഈ ലോകത്ത് എല്ലാ അലങ്കാരങ്ങളും കിട്ടണമെന്നതാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നുവഫി ഇലൈഹിം അഅമാലഹും ഫീഹാ, അവരതുദ്ദേശിച്ചാണ് അമൽ ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ദുന്യാവിൽ നാം അവർക്കാണ് പൂർത്തിയാക്കി കൊടുക്കും. ഒരു കമ്മിയും അവർക്ക് വന്നോടണം എന്നില്ല. പക്ഷേ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ചിലപ്പോൾ അതും കിട്ടൂല. എല്ലാവർക്കും ദുന്യാവിൽ ഉദ്ദേശിക്കുന്നവർക്ക് ദുന്യാവും അള്ളാന്റെ ഉദ്ദേശമുള്ളതേ കിട്ടുള്ളൂ. അതും അല്ലാഹ് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. മൻ കാന യുരീദുൽ ആജില, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. കണ്ടോ? ആരെങ്കിലും ആജിലത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അഥവാ ദുന്യാവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദു, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്നത് കൊടുക്കും. എത്രയേ ഉള്ളൂ. വിചാരിച്ചൊക്കെ കിട്ടൂല, പിന്നെ എല്ലാം കൂടി ഒന്നും കിട്ടൂല. നമ്മൾ അല്ലാഹ് ഉദ്ദേശിക്കുന്ന ഒക്കെ പക്ഷെ എവിടെയാണ്? ദുന്യാവിലാണ് കിട്ടുന്നത്. പരലോകത്ത് അവർക്കൊന്നും ഉണ്ടാവില്ല. അതാണ് അല്ലാഹ് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ ദുന്യാവ് മോഹിച്ച്, ദുന്യാവിലെ ആളുകളുടെ പേര് കിട്ടണം, ഇവിടെ പ്രശസ്തി കിട്ടണം, ഇവിടെ സുഖം കിട്ടണം, ഇവിടെ അധികാരം കിട്ടണം, പരലോകത്തെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. എന്ത് ചെയ്യുമ്പോഴും ദുന്യാവാണ് മോഹിക്കുന്നതെങ്കിൽ അവർക്ക് ദുന്യാവിൽ ചിലതൊക്കെ കിട്ടി എന്ന് വരാം. പക്ഷേ ഉലൈകല്ലദീന, കൂട്ടരാരാണ്? ലൈസ ലഹും ഫിൽ ആഖിറതി ഇല്ലന്നാർ, പരലോകത്തിൽ അവർക്ക് നരകമല്ലാതെ മറ്റൊന്നുമില്ല. വഹബിത മാ സനഉ ഫീഹാ, ഈ ദുന്യാവിൽ വെച്ചവർ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവർ നന്മകൾ ചെയ്തിട്ടുണ്ടോ, അതൊക്കെയും പൊളിഞ്ഞുപോയി. വബാത്തിലും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത അമലുകൾ മുഴുവനും ബാത്തിലായി പോയി. പരലോകത്തോണ്ട് ഒരു പ്രതിഫലവും കിട്ടാനില്ല. വളരെ ഗൗരവമാണ് സുഹൃത്തുക്കളെ. അവിശ്വാസികളായ ആളുകളുടെ പ്രവർത്തനങ്ങളെ പറ്റി ഖുർആൻ ഇനിയും പറയുന്നു.
മസലുല്ലദീന കഫറൂ അഅമാലുഹും കറമാദിൻ ഇസ്തദ്ദത് ബിഹിർ റീഹു ഫീ യൗമിൻ ആസിഫിൻ ലാ യഖ്ദിറൂന മിമ്മാ കസബൂ വലാ ശൈഅ ദാലിക ഹുവൽ ദലലുൽ ബഈദ്. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു അങ്ങനെയാണ് പറയുന്നത്, അവിശ്വാസികളുടെ അമലുകളുടെ ഉദാഹരണം ഏതുപോലെയാണ്? ഒരു വെണ്ണീർ കൂമ്പാരം പോലെ. വെണ്ണീറിന്റെ ഒരു കൂമ്പാരം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്ന് സങ്കല്പിച്ചോളൂ. എന്നിട്ടോ ഇസ്തദ്ദത് ബിഹിർ റീഹു ഫീ യൗമിൻ ആസിഫ്, അതിശക്തമായ കൊടുങ്കാറ്റടിക്കുന്ന ഒരു ദിവസം അതാ കൊടുങ്കാറ്റതിലൂടെയാണ് കടന്നുപോയി. എന്താ ഉണ്ടാവുക? വെണ്ണീർ കൂമ്പാരം പിന്നെ കാണുകയില്ല, പൊടി പോലും അവിടെ ഉണ്ടാവില്ല. ലാ യഖ്ദിറൂന മിമ്മാ കസബൂ വലാ ശൈഅ, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒന്നും അവർക്ക് കഴിയൂല, ഒന്നും അവർക്ക് ഉപകരിക്കൂല. ഏറ്റവും വിദൂരമായ വഴികേട് അത് തന്നെയല്ലേ? ഒന്നും ഉണ്ടാവില്ല. മരുഭൂമിയിലെ കാനൽ ജലം പോലെ എന്നാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത്. വല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖീഅ യഹ്സബുഹു ളംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈആ വവജദല്ലാഹ ഇൻദഹു ഫവഫാഹു ഹിസാബഹു വല്ലാഹു സരീഉൽ ഹിസാബ്. അതേ, അവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ പരലോകത്തെത്തി നോക്കുമ്പോ കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ചെന്നു നോക്കുമ്പോ ഒന്നുമില്ല. ഈമാൻ ശരിയാവാത്തവൻ പരലോകത്ത് കൂലിയും കിട്ടുമെന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോ ഏതുപോലുണ്ട്? മരുഭൂമിയിൽ ഇങ്ങനെ വെയിൽ വെട്ടിത്തിളങ്ങുമ്പോ ദൂരെന്ന് നോക്കുന്ന യാത്രക്കാരൻ വിചാരിക്കും അവിടെ വെള്ളത്തടാകാണ് ആ കാണുന്നത്. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ വെള്ളാണെന്ന് വിചാരിച്ച് ആർത്തിയോടുകൂടെ അടുത്തേക്ക് ചെന്നാൽ നമുക്ക് തോന്നും അത് വെള്ളമല്ല, അത് വെറും നമുക്കുള്ള തോന്നലായിരുന്നു, അവിടെ വെള്ളമൊന്നുമില്ല. ഇതേപോലെ ഉണ്ടാകും പരലോകത്ത് കാഫിറിന്റെ അവസ്ഥ, ഈമാൻ ശരിയാവാത്തവന്റെ അവസ്ഥ. ഈമാൻ ശരിയാവാത്തവന്റെ അവസ്ഥ, അവൻ എത്ര മല പോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് പരലോകത്തെത്തിയാലും ഒരു പ്രതിഫലം ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ കൊടുത്തത് എടുത്തു പറയാൻ നിൽക്കല്ലേ. ആർക്കെങ്കിലും നിങ്ങൾ ഉപകാരം ചെയ്തിട്ടുണ്ടോ, അത് നിങ്ങൾ മേലാൽ അത് എടുത്തു പറഞ്ഞു പോകരുത്. നിങ്ങളുടെ അമലങ്ങ് പൊളിഞ്ഞു പോകും. ഒരാൾക്ക് നിങ്ങൾ സഹായിച്ചതിന്റെ പേരിൽ അയാളെ നിങ്ങൾ ദ്രോഹിക്കരുത്, ശല്യം ചെയ്ത് നടക്കരുത്. അയാളോട് അതിങ്ങനെ പറഞ്ഞിട്ട് വഷളാക്കുക, അയാൾ അതിന്റെ പേരിൽ ഇങ്ങനെ ശല്യം ചെയ്യുക, അതൊക്കെയും അമല് പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഓ വിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വല്ലദാ കല്ലദീ യുൻഫിഖു മാലഹു റിആഅ അന്നാസ് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫമസലുഹു കമസലി സഫ്വാനിൻ അലൈഹി തുറാബ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്ത്? കൊടുത്തത് എടുത്തു പറയാ, നമ്മുടെ സഹായം സ്വീകരിച്ച വ്യക്തിയെ അതിന്റെ പേരിൽ ശല്യം ചെയ്യുക, അതൊന്നും ചെയ്യരുതേന്ന്. അമലൊക്കെയാണ് ബാത്തിലായി പോകും. അവനക്ക് ഞാൻ സഹായിച്ചിട്ടുണ്ട്, പരലോകത്ത് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ചെന്ന് നോക്കിയാൽ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ആളുകളെ കാണിക്കാൻ വേണ്ടി അത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ഇങ്ങനെയുള്ള ഏത് അമലുകൾ ചെയ്താലും അതിന്റെയും ഉപമ പറയുന്നത് എന്താണ്? മിനുസമുള്ള ഒരു പാറപ്പുറത്ത് മണ്ണുണ്ടെന്ന് സങ്കല്പിച്ചോളൂ. ഒരു മിനുസമുള്ള പാറപ്പുറം, അതിന്റെ പുറത്ത് കുറെ മണ്ണുണ്ട്. എന്നിട്ടോ അതിലൊരു മഴ അങ്ങോട്ട് പെയ്തു ആ പാറപ്പുറത്തേക്ക്. ഒരു തരി മണ്ണ് ആ പാറപ്പുറത്തുണ്ടാവോ? പാറപ്പുറം മൊട്ടയായിരിക്കും, ക്ലീൻ ആയിരിക്കും ആ പാറപ്പുറം, ഒരു തരി മണ്ണ് അവിടെ കാണൂല. ഇതായിരിക്കും കാഫിറിന്റെ അവസ്ഥ പരലോകത്തെത്തുമ്പോ. ഇരിയാവിനുള്ളവന്റെ അവസ്ഥയും. ആളുകളെ കാണിക്കാനും പേരിന് വേണ്ടിയിട്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടും ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ എന്നാണ് അവിടെ പറഞ്ഞത്. അവിടെ ചെയ്ത അവർ ഒരു പ്രവർത്തനവും അവർക്ക് അവിടെ ഉപകരിക്കൂല. ആലോചിച്ചു നോക്കണം, അത്ര വലിയ ഗുരുതരമായ പാപമാണ് റിയാ. ആളുകളെ കാണിക്കാൻ വേണ്ടി പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്താൽ അതുകൊണ്ടും നഷ്ടമാണ് സംഭവിക്കുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് ചെയ്തു എന്ന ഉജ്ബ് എനിക്കുണ്ടാവരുത്, ഉൾനാട്യം ഉണ്ടാകരുത്. കാരണം അതും നമുക്ക് പരലോകത്ത് നഷ്ടമേ വരുത്തി വെക്കുകയുള്ളൂ. എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന തോന്നൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ആളുകൾക്ക് തോന്നും അതാ ഉജ്ബ്. ഉജ്ബ് മനുഷ്യനെ നശിപ്പിക്കും, പരലോകത്ത് അവന്റെ അമലൊക്കെ പോയി പോകും. ഞാൻ എന്തൊക്കെയോ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ച് നടക്കുകയാണ്. ഞാൻ ഉഷാറാണെന്ന് ഇങ്ങനെ എനിക്ക് തോന്നുകയാണ്. എവിടെ? അള്ളാന്റെ അടുക്കൽ എന്താ സ്വീകരിച്ചോ അല്ലേന്ന് എനിക്കറിയോ?
ആരാ എനിക്ക് ഉറപ്പ് തന്നത് എന്റെ നിസ്കാരവും ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആരാ ഉറപ്പ് തന്നത്? ഈ ലോകത്ത് നമ്മൾ ആർക്ക് എന്ത് കൊടുത്താലും നമുക്ക് റെസിപ്റ്റ് തിരിച്ചു വാങ്ങാം, അത് കിട്ടിപ്പോരിച്ചു എന്ന് എഴുതി വാങ്ങാം, നമുക്കതിന്റെ രേഖ കിട്ടും, അതവിടെ സ്വീകരിക്കപ്പെട്ടു എന്ന് തെളിവ് കിട്ടും നമുക്ക്. പക്ഷേ പരലോക കോടതിയിലേക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതൊക്കെ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടോ അതോ അതൊക്കെ തള്ളിക്കളഞ്ഞോ ഇല്ലേ എന്ന് അറിയാൻ നമുക്ക് പരലോക കോടതി വരെ കാത്തിരിക്കണ്ടേ. അതുകൊണ്ട് എത്ര ഗുരുതരമാണ് വിഷയം. അതുകൊണ്ട് ഉജ്ബ് എന്ന് പറയുന്ന രോഗം, ഞാൻ നല്ലോണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന തോന്നൽ എനിക്ക് വേണ്ട. നീ എത്ര ചെയ്തു എന്നാ അതുകൊണ്ട് ഒരാൾ സ്വർഗത്തിൽ പോവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? നിങ്ങളാരും നിങ്ങളുടെ അമല് കൊണ്ട് സ്വർഗത്തിൽ പോവൊന്നുമില്ല. നബിയെ നിങ്ങളും അങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു സഹാബത്ത്. അതെ, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാന്റെ റസൂലാ പറയണത് ഓർക്കണം. അള്ളാന്റെ കാരുണ്യം എനിക്കും കിട്ടിയാലല്ലാതെ ഞാനും സ്വർഗത്തിൽ കയറൂല. അപ്പൊ നമ്മളെ അമല് ഒരുപാട് ചെയ്തു എന്ന് വിചാരിച്ചുള്ള അഹങ്കാരമൊന്നും വേണ്ട. കാരണം ഇതവിടെ സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന് ആർക്കറിയാം? അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിനൊക്കെ സ്വീകാര്യത ഉണ്ടോ? അതൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ഇന്നതാ 5 നേരം നിസ്കരിച്ചു, നമ്മളൊക്കെ ധാരണ എന്താണ്? അതൊക്കെ അവിടെ സ്വീകരിച്ചു, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല നമ്മൾ. അത് സ്വീകരിച്ചോ ഇല്ലേ എന്ന് വല്ല ബേജാറും നമുക്കുണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ച് വലിയ മനക്കോട്ട കെട്ടി നടക്കുക നമ്മൾ. പക്ഷേ അള്ളാഹിനോട് നമ്മൾ പറയാറുണ്ടോ, റബ്ബേ ഒക്കെ സ്വീകരിക്കണേ, സ്വീകരിക്കണേ? കാരണം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എല്ലാം പോയില്ലേ. അപ്പോ അമല് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന ഉൾനാട്യം ഒരാൾക്കുണ്ടാകരുത്. അത് നമ്മുടെ പ്രവർത്തനത്തെ തകർത്ത് കളയും. കാരണം എന്ത് സൽക്കർമ്മം ചെയ്യാനും നമുക്ക് തൗഫീക്ക് തരുന്നത് അള്ളയാണ്. അള്ളാഹു നമുക്ക് തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ചെയ്യുന്നു എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ അടുക്കൽ അത് എത്രത്തോളം കബൂലാക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം. ആ ഗ്യാരണ്ടി നമുക്ക് പറഞ്ഞു തരാൻ ഇവിടെ ആരും ഇല്ലതാനും. അതുകൊണ്ട് റബ്ബിന് ഇഷ്ടപ്പെടുന്ന നിലക്ക്, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യത നേടുന്ന നിലക്ക് തന്നെ നമ്മുടെ ഈമാനും നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ വളരെ ക്ലിയറായി നമ്മൾ ചെയ്യണം. സമയമെടുത്ത് ചെയ്യണം, ആത്മാർത്ഥമായി ചെയ്യണം. അങ്ങോട്ട് ചെയ്തിടാണ് സ്വീകരിച്ചെങ്കിൽ സ്വീകരിക്കട്ടെ എന്ന നിലക്ക് നമ്മൾ ചെയ്യുവോ? അങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ജീവിതത്തിന്റെ സ്വകാര്യതകളിൽ നമ്മൾ തിന്മകൾ ചെയ്താൽ അതും പരലോകത്ത് നമുക്ക് നഷ്ടമാണ് ഉണ്ടാക്കുക. ജീവിതത്തിന്റെ സ്വകാര്യതകൾ പരസ്യ ജീവിതത്തിലൊക്കെ വളരെ ഉഷാറാണ്. സ്വകാര്യ ജീവിതത്തിൽ മഹാപോക്കാണ് നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ മല പോലെയുള്ള സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് നമ്മൾ ചെന്നാലും അള്ളാഹു അതിനെ ധൂളിയാക്കി പറപ്പിക്കും. രക്ഷപ്പെടൂല നമ്മൾ. അതും നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ഉള്ളും പുറവും ഒരുപോലെയായിരിക്കണം. ആളുകൾക്കിടയിൽ നല്ല മുഖവും സ്വകാര്യ ജീവിതത്തിൽ വൃത്തികെട്ട മുഖവുമായാൽ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പരസ്യമായി നമ്മൾ ശൈത്താനെ എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുന്നു, ശകാരിക്കുന്നു, ശൈത്താനെ എതിർക്കുന്നു. രഹസ്യ ജീവിതത്തിൽ നാം അവനെ ഏറ്റവും ഉറ്റ ചങ്ങാതിയായി സ്വീകരിക്കുന്നു എങ്കിൽ എന്താണ് അതുകൊണ്ട് പിന്നെ ഒരു പ്രയോജനം? അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളും സംഭവിച്ചു പോയാൽ അവന്റെ പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ ധാരാളമായി കേൾക്കാറുള്ളതാണ്. മറ്റുള്ളവരുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ഹക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പരലോക കോടതിയിൽ അവിടെ ദീനാറും ദിർഹമും റിയാലും ഡോളറും രൂപയും ഒന്നുമല്ല റബ്ബ് സുബ്ഹാനഹു വ തആല വിനിമയത്തിൽ സ്വീകരിക്കുന്ന അവിടുത്തെ നാണയം എന്താ? നമ്മുടെ അമല്. നമ്മൾ കൊടുക്കാനുള്ളവർക്ക് നമ്മുടെ അമലെടുത്താൻ കൊടുക്കും. നമ്മൾ പാടുപെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് റബ്ബ് കൊടുക്കുക, അവർക്കാണ് കൊടുക്കുക. നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ തീർന്നാലോ അവന്റെ പാപങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ പാപങ്ങൾ എടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കുക. എന്നിട്ട് നമ്മൾ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടുക. ഇതിനേക്കാൾ ഗുരുതരമായ ദുരന്തം ഇനി എന്താ വരാനുള്ളത്? അതും സംഭവിക്കും പരലോകത്ത് നിന്ന് അല്ലാഹു തആല അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. എന്താണ് കാരണം? നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചു, ചീത്ത പറഞ്ഞു, അവന്റെ സമ്പത്ത് അന്യായമായി അപഹരിച്ചു, അവന്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തി, അവന് ഗീബത്ത് പറഞ്ഞു, അവന് നമീമത്ത് പറഞ്ഞു, അവനെ അവഹേളിച്ചു, അവനെ അപമാനിച്ചു. പരലോക കോടതിയിൽ അവൻ കണക്ക് പറയും. അള്ളാന്റെ കോടതിയിൽ പ്രതികാര നടപടി അവിടെ എടുക്കുമ്പോ നമ്മുടെ അമല പോവുക, നമ്മുടെ അമലൊക്കെയാണ് പൊളിഞ്ഞു പോകും. ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താ? അപ്പൊ അമല് പരലോകത്ത് നമുക്ക് ഉപകരിക്കാതെ വരുന്നത് എന്തുകൊണ്ടാ?
ഇവിടെ പടപ്പുകളോടുള്ള നമ്മുടെ ഇടപാടുകൾ തീർക്കാതെ മരിച്ചുപോയാൽ നമ്മുടെ അമലുകളായിരിക്കും അവിടെ നഷ്ടപ്പെടുക. അവനായിരിക്കും പരലോകത്തുള്ള ഏറ്റവും വലിയ പാപ്പറായവൻ, പരമദരിദ്രൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പലവരും നമ്മൾ കേട്ടവരാണ്. ഗൗരവത്തോടെ ഓർക്കണം. അതുപോലെ ഇസ്ലാമൊക്കെ സ്വീകരിച്ച് കുറച്ചു കാലം കഴിഞ്ഞിരുന്നാണ് പുറത്തേക്ക് പോവുക, ഇസ്ലാം ഒന്ന് മുർത്തദ്ദാവുക, എല്ലാം പൊളിഞ്ഞു. പിന്നെ അതുവരെ ചെയ്തതൊക്കെ പൊളിഞ്ഞു, ഇനിയൊരു പ്രയോജനം ഉണ്ടാവില്ല. ഇസ്ലാം ഒന്ന് പുറത്തു പോകാൻ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിച്ചാൽ മതി, പരിഹസിച്ചാൽ മതി. അത് മനസ്സറിഞ്ഞുകൊണ്ടൊരുത്തൻ ചെയ്താൽ ഇസ്ലാം ഒന്ന് പുറത്തേക്കാണ് പോകും, അവരുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. അതുപോലെ അമല് പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യം പറഞ്ഞതെന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ അവിടുന്ന് പറഞ്ഞ ആശയങ്ങളെ തള്ളിക്കളഞ്ഞാൽ, അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു നിയമത്തെ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ വെറുപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്താൽ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. പരലോക കോടതിയിൽ അതിന് പിന്നെ ഒരു നിലനിൽപ്പും ഉണ്ടാവുകയില്ല. അല്ലാഹു തആല ഇറക്കിയിട്ടുള്ള ഒരു നിയമങ്ങളോടും നമുക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. റബ്ബിന്റെ എല്ലാ നിയമങ്ങളോടും വളരെ സന്തോഷത്തോടെ വളരെ വിനയത്തോടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. വലിയ തൃപ്തിയോടെയാണ് നമ്മൾ അമലുകൾ ചെയ്യേണ്ടത്. ഒരു തൃപ്തിയുമില്ലാതെ ആർക്കോ വേണ്ടി വെറുപ്പോടുകൂടി അള്ളാഹ് പറഞ്ഞത് കേട്ടിട്ടും പ്രയോജനമില്ല. കാരണം റബ്ബ് പറയുന്നത് നോക്കൂ, സൂറത്ത് മുഹമ്മദിലെ 9-ാമത്തെ ആയത്ത്, ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ فَأَحْبَطَ أَعْمَالَهُمْ. അള്ളാഹ് ഇറക്കിയ നിയമങ്ങളെ അവർ വെറുത്തു കളഞ്ഞു. അള്ളാഹ് ഇറക്കിയ നിയമങ്ങളോട് അവർക്ക് പുച്ഛമായി, അള്ളാഹ് പഠിപ്പിച്ച നിയമങ്ങളോട് അവർക്ക് വെറുപ്പ് തോന്നി. അത് അവരുടെ അമലുകളെ മുഴുവനും പൊളിച്ചു കളഞ്ഞു. അമലാണ് ബാത്തിലായി പോകുന്ന രൂപങ്ങളായി പറഞ്ഞതൊക്കെ എന്തെല്ലാം ഇപ്പൊ ഞാൻ എണ്ണി പറഞ്ഞു. സഹോദരങ്ങളെ, ഇതൊക്കെ ഗുരുതര പാപങ്ങളാ. ഇതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ടായിട്ടൊന്നും കാര്യമില്ല. ഈ പറയുന്ന ഈ സ്വഭാവങ്ങളൊക്കെ ആണ് വന്നു പോയാൽ അമലാണ് പൊളിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മുടെ അമലുകൾ നമുക്ക് പരലോകത്ത് ഉപകരിക്കണം, അള്ളാന്റെ കോടതിയിൽ നമുക്ക് ഉപകരിക്കണം. ഇവിടെ പറഞ്ഞത് എന്താണ്? ആവർത്തിച്ച് കേട്ടു നോക്കൂ. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ, അവർ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നാം ചെല്ലുന്നതാണ്. എന്തിന്? കൂലി കൊടുക്കാനല്ല, അവരെ സ്വർഗത്തിലാക്കാനല്ല. മറിച്ച് ഫജഅൽനാഹു, എന്നിട്ട് നാം അതിനെ ആക്കുന്നതാണ് ഹബാഅം മൻസൂറാ, ചിതറിയ ധൂളിയാക്കി തീർക്കും. ചിതറിയ ധൂളി കൊണ്ട് വല്ല കാര്യം ഉണ്ടാവോ? ഒന്നും ഉപകരിക്കൂല. ഒരു കർമ്മവും പരലോകത്ത് ഉപകരിക്കൂല. അതേ അവസരത്തിൽ അസ്ഹാബുൽ ജന്നതി യൗമഇദിൻ ഖൈറും മുസ്തഖറൻ വഅഹ്സനു മഖീലാ. അസ്ഹാബുൽ ജന്നതി, സ്വർഗവാസികൾ. അമലൊക്കെ സ്വീകരിച്ച മുഅ്മിനീകൾ ഉണ്ടല്ലോ, അവർ കാഫിറുകളിൽ നിന്ന് നേരെ വ്യത്യസ്തമായിരിക്കും. ഇവരുടെ അമലൊക്കെ പൊളിഞ്ഞു വരക്കെ നരകത്തിലേക്കാണ് ഇവരെ തള്ളിവിടുക. ഒരമലും സ്വീകാര്യായില്ല, എല്ലാം പൊളിഞ്ഞുപോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അവർക്കിനി ഒന്നുമില്ല, ഇനി കിട്ടാനുള്ളൊരു നരകാണ്. അതേ അവസരത്തിൽ നല്ല ഈമാനോടെ നല്ല ഇഖ്ലാസോടെ ബിദ്അത്തുകളൊന്നും ചെയ്യാതെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളെ മാത്രം ശ്രദ്ധയോടെ ചെയ്ത് പരലോക കോടതിയിലെത്തിയാൽ അവർക്ക് സ്വർഗാണല്ലോ കിട്ടുക. അവരെ പറ്റി റബ്ബ് ഓർമ്മപ്പെടുത്തുന്നത് അസ്ഹാബുൽ ജന്നത്തി, സ്വർഗത്തിന്റെ ആളുകൾ, സ്വർഗവാസികൾ. യൗമഇദിൻ, അന്നേ ദിവസം, ഖൈറും മുസ്തഖറാ, ഭവനം നല്ലവരായിരിക്കും. ഖൈറുൻ, നല്ലവരായിരിക്കും. ഏതിൽ? മുസ്തഖറൻ, ഭവനത്താൽ. അവരുടെ വീട്, അവരുടെ താവളം നല്ല താവളായിരിക്കും അവർക്ക് കിട്ടുക. ഉത്തമമായ താവളം അതാണ് അവർക്ക് ഉണ്ടാവുക. വഅഹ്സനു മഖീലാ, ഏറ്റവും മെച്ചപ്പെട്ട വിശ്രമ സ്ഥലവുമായിരിക്കും. സ്വർഗവാസികൾക്ക് കിട്ടിയ ഏറ്റവും മെച്ചപ്പെട്ട താവളവും, വഅഹ്സനു എന്ന് പറഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ട മഖീല. മഖീൽ എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്ന സ്ഥലമാണ്. അത് തന്നെ അറബി ഭാഷയിൽ ഉച്ചനേരത്ത്, ഇളയുച്ച നേരത്ത് കുറച്ചു നേരം മയങ്ങുന്നതിനാണ് പറയാ. നട്ടുച്ചയാകുന്നതിന്റെ മുമ്പുള്ള ഒരു ഉറക്കുണ്ട്, ഒരു വിശ്രമം. അതിന് അറബിയിൽ കൈലൂലത്തിന്റെ ഉറക്ക് എന്നാ പറയാ. കൈലൂലത്ത്, അവിടെ കൈലൂലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള ഒരു നേരം. ആളുകളൊക്കെ ഒരല്പം ഒരു ക്ഷീണത്തിൽ നിന്ന് മാറാൻ വേണ്ടി ഒരല്പനേരം നട്ടുച്ചക്ക് മുമ്പ് മധ്യാഹ്ന വേളയിൽ ഒരല്പം വിശ്രമിക്കുക. ആ വിശ്രമത്തിനാണ്. അതൊക്കെ വിശദീകരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞു, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പരലോക കോടതിയിലെ വിചാരണ പെട്ടെന്ന് കഴിയും. അവർക്കത് വളരെ എളുപ്പമായിരിക്കും. ഏതുപോലെ
ഒരു അസറിന്റെയും മഗ്രിബിന്റെയും ഇടക്കുള്ള സമയം പോലെ അവർക്ക് തോന്നുള്ളൂ ആകെ വിചാരണയുടെ സമയം. ചിലരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഒരു ഫർള് നിസ്കരിക്കുന്ന അത്ര സമയം വരെ അവർക്ക് തോന്നുള്ളൂ വിചാരണ, അപ്പോൾക്ക് കഴിയുന്നു. യസീറായ ഹിസാബൻ യസീറ, വളരെ എളുപ്പത്തിലുള്ള വിചാരണ. അത് കഴിഞ്ഞ് ഉച്ചയാകുന്നതിന്റെ മുമ്പ് തന്നെ അവർക്കൊക്കെ സ്വർഗം വിധിക്കപ്പെട്ട, അവരൊക്കെ സ്വർഗത്തിൽ പോയിട്ട് ഉറങ്ങാവുന്ന, സ്വർഗത്തിൽ പോയി കുടുംബങ്ങളോടൊപ്പം അവർക്ക് ശയിക്കാവുന്ന നിലക്കുള്ള താവളവും അവസരമൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാ അല്ലാഹു തആല പറയുന്നത്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെയൊക്കെ അതിൽ ഉൾപ്പെടുത്തുമാറാകണേ റബ്ബേ. അസ്ഹാബുൽ ജന്ന, സ്വർഗവാസികൾ, യൗമൈദിൻ, അന്നേ ദിവസം, ഖൈറും മുസ്തഖറ, ഉത്തമമായ താവളമാണ് അവർക്കുണ്ടാവുക. വ അഹ്സനു മഖീലാ, ഏറ്റവും മെച്ചപ്പെട്ട വിശ്രമ സ്ഥാനവുമായിരിക്കും അവർക്ക് കിട്ടുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതേ അവസരത്തിൽ എല്ലാ അമലുകളും പൊളിഞ്ഞാ പിന്നെ നരകല്ലേ നിഷേധികൾക്കും ഈ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെയുള്ള ആളുകൾക്കും ഉണ്ടാവുക. അതിൽ പെടാതിരിക്കാൻ ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ എന്ത് അമല് ചെയ്യുമ്പോഴും ഇതൊക്കെ പരലോകത്ത് കിട്ടണം, പോയി പോകരുത്, ഒന്നും പരലോകത്ത് എനിക്ക് നഷ്ടാവരുത്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നന്നായി നമ്മൾ പഠിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക. റബ്ബൊരിക്കലും നമ്മോട് അനീതി കാണിക്കുകയില്ല. ഒരു ദർറത്തോളം നന്മ ചെയ്താലും അത് കാണുമെന്നാണല്ലോ പറയുന്നത്. അല്ലാഹു തആല നമ്മൾ ദ്രോഹിക്കൊന്നുമില്ല, പക്ഷെ ഒരു ദർറത്തോളം തിന്മ ചെയ്താലും കാണും. ആ ഭയവും വേണം. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക, അവനിൽ നിന്ന് സ്വീകാര്യതയ്ക്ക് വേണ്ടി തേടുക. റഹ്മാനായ റബ്ബ് നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വീകരിച്ച് പരലോകത്ത് മഹാരഥന്മാരോടൊത്ത് അവരുടെ അയൽക്കാരായി സ്വർഗത്തിൽ വേദി പങ്കിടാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശമനം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും നരകാഗ്നിയെ തൊട്ട് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.